ശ്രീ VS ജിതിൻ ദേവ് ഈ 4 സ്ഥലം ആദ്യം നിർദ്ദേശിച്ചത് പിന്നീട് ഒറ്റ ഒരിടമായി മാറുകയാണ്. അത് കിനാലൂർ. അവിടെ തന്നെ മതി, ഇവിടെ വന്ന് നിങ്ങൾ എയിംസ് ഇവിടെ അനുവദിക്കൂ, ഇവിടെ നടപ്പിലാക്കൂ എന്നാണ്. ഈ അനുബന്ധ സ്ഥാപനങ്ങളൊക്കെ ആ പ്രദേശത്ത് വേണ്ടി വരും അധികമായി. അപ്പോഴാണ് ഈ 151.58 ഏക്കർ സ്ഥലം മാത്രം ചൂണ്ടിക്കാട്ടി ഇതാണ് ഞങ്ങൾ നിങ്ങൾക്ക് കാട്ടിത്തരുന്ന ഇടം എന്ന് പറയുന്നത്. നോക്കൂ, ഈ മാനദണ്ഡങ്ങളൊക്കെ അട്ടിമറിക്കുന്നതിന് പിന്നിൽ, കിനാലൂരിൽ തന്നെ വേണം എന്ന് പറയുന്നതിന് പിന്നിൽ ഒരു വലിയ പദ്ധതി അട്ടിമറിക്കാനുള്ള ബോധപൂർവ ശ്രമമുണ്ടോ എന്നൊരു സംശയമില്ലേ? തീർച്ചയായും കൃഷ്ണരാജ, അതുതന്നെയല്ലേ നമുക്ക് ബോധ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ഗ്രേറ്റ് പിറവം ഡെവലപ്മെൻറ്റ് ഫോറത്തിൻ്റെ ബഹുമാനപ്പെട്ട ഉപദേശകൻ ശ്രീ തോമസ് സാർ ഒരു കാര്യം സൂചിപ്പിച്ചു. 2025 മാർച്ചിൽ അഫിഡവിറ്റ് സബ്മിറ്റ് ചെയ്യാൻ ഹൈക്കോടതി പറഞ്ഞ കേസ് ഇന്നേ വരെ അഫിഡവിറ്റ് ഫയൽ ചെയ്യാതെ സംസ്ഥാന സർക്കാർ ഒളിച്ചുകളി നടത്തുന്നു. ഹൈക്കോടതി പറഞ്ഞത് ഒരു കൃത്യമായ പോയിന്റ് അല്ലേ? നിങ്ങൾ ഒരു സ്ഥലം മാത്രം കാണിച്ച് ഈ എയിംസിന് ഡിമാൻഡ് ചെയ്ത് നിങ്ങൾ ലാൻഡ് അക്വൈസേഷൻ ഒക്കെ നടത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, കേന്ദ്ര ഗവൺമെന്റിന്റെ നോംസ് നിങ്ങൾ പാലിക്കാത്തത് കൊണ്ട് നിങ്ങളുടെ പ്രൊപ്പോസൽ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വേസ്റ്റ് ഓഫ് മണി അല്ലേ? പൊതുഖജനാവിലെ പണം നിങ്ങൾ വേസ്റ്റ് ചെയ്യല്ലേ? അതുകൊണ്ട് സെൻട്രൽ നോംസ് പാലിക്കപ്പെട്ട് ഞങ്ങൾ ഇതിനുള്ള പ്രൊപ്പോസൽ വെക്കാം എന്നുള്ള അഫിഡവിറ്റ് ഫയൽ ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ട് 1 വർഷമായിട്ട് ഗവൺമെന്റ് ഒളിച്ചുകളി നടത്തുന്നു. അപ്പോൾ ഈ കിനാലൂരിലേക്ക് ഇത് ഒതുക്കാൻ ശ്രമിക്കുന്നതിന്റെ ഗൂഢലക്ഷ്യം നാം സംശയിക്കണ്ടേ? അതേപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ബഹുമാനപ്പെട്ട ശ്രീ ബലദേവ്, അദ്ദേഹം എന്താ പറഞ്ഞു വെക്കുന്നത്? അദ്ദേഹം തന്നെ പറയുകയാണ് 3 or 4 സ്ഥലങ്ങൾ വേണം, പക്ഷേ ഞങ്ങൾ കിനാലൂർ കാണിക്കുന്നു, അവിടെ അത് പണിയണം. നിങ്ങൾ പറയുന്നിടത്തേക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും സഖാക്കന്മാർ ജെയിംസ് വരുമായിരിക്കും, പക്ഷേ എയിംസ് വരുത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. കേന്ദ്ര ഗവൺമെന്റ് നിഷ്കർഷിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ടേ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സ്ഥാപനങ്ങൾ കേരളത്തിൽ വരാൻ പോകുന്നുള്ളൂ. പിന്നെ അങ്ങ് പറഞ്ഞ രണ്ടാമതൊരു പോയിന്റ്, ഒരു വലിയ പോയിന്റ്, ആശ്രമത്ത് മെഡിക്കൽ കോളേജ് വന്നു. ഈ ആശ്രമത്ത് മെഡിക്കൽ കോളേജിന്റെ വിഷയം 2 ദിവസമായിട്ട് കൊല്ലത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ ബലദേവ്, അങ്ങും കൊല്ലത്തുകാരനല്ലേ? ആശ്രമം മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ട് എസെൻഷ്യൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ, ഇതിവിടെ ആവശ്യമാണെന്നുള്ളതിന്റെ എസെൻഷ്യൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ 2 തവണ സമയം നീട്ടിക്കൊടുത്തണക്കെ പോലും ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് അത് ചെയ്യാൻ തയ്യാറായില്ല. ഇന്ന് വൈകുന്നേരത്ത് 5 മണിയെങ്ങാണ്ടായിരുന്നു അവസാന ദിവസം. ഇന്നും നിങ്ങളത് അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് മെഡിക്കൽ കോളേജ് ഒന്നും വേണ്ട. പിന്നെ കേന്ദ്ര ഗവൺമെന്റ് അവഗണന നടത്തുന്നു. പ്രതിപക്ഷം ഭരിക്കുന്നത് തമിഴ്നാട് ഞങ്ങളാണോ ഭരിക്കുന്നത്? കാശ്മീർ ഇപ്പം ഞങ്ങളാണോ ഭരിക്കുന്നത്? ആന്ധ്രയിൽ പിന്നെ എന്താണ് മറ്റേ സ്ഥലങ്ങളിൽ എയിംസ് അനുവദിച്ച സ്ഥലങ്ങൾ നിങ്ങൾ പരിശോധിക്കാൻ തയ്യാറാകും. അപ്പൊ ഇവിടെയൊക്കെ ഞങ്ങളാണോ ഭരിക്കുന്നത്? അപ്പോ നിങ്ങൾക്കിത് ആവശ്യമില്ല, നിങ്ങൾക്കിത് വരണമെന്നുള്ള ഒരു ലക്ഷ്യവും നിങ്ങൾക്കില്ല. നിങ്ങൾ ഇത് പറയുമ്പോൾ നിങ്ങൾ അവഗണിക്കുന്നു പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, കേരളത്തിലെ പ്രധാനപ്പെട്ട 3 മെഡിക്കൽ കോളേജുകൾക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് എങ്ങനെയാണ് വന്നത്? ആ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് പണിഞ്ഞതിനുള്ള 50% പൈസ തന്നത് സെൻട്രൽ ഗവൺമെന്റ് അല്ലേ? നിങ്ങൾ ചോദിക്കാതെ പോലും അത്തരത്തിലുള്ള ഒരു പ്രപ്പോസൽ, ഒരു കാര്യം സാധിച്ചു തരാൻ സെൻട്രൽ ഗവൺമെന്റ് നിങ്ങൾക്ക് തയ്യാറായിട്ട് വന്നില്ലേ? നിങ്ങൾ എന്തുകൊണ്ട് ആയുഷ്മാൻ ഭാരത് നടപ്പിലാക്കുന്നില്ല? എയിംസ് ഒരു വിഷയം. എന്തുകൊണ്ട് നിങ്ങൾ പാവപ്പെട്ട 70 വയസ്സ് കഴിഞ്ഞ സാധാരണക്കാരായ മനുഷ്യർക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, പാവപ്പെട്ടവന് മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കേണ്ട സാഹചര്യം നിങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയല്ലേ? അപ്പം നിങ്ങൾ ജനങ്ങളെ കണ്ണിൽ പൊടിയിടുകയാണ്. നിങ്ങൾക്ക് ഇതൊന്നും കേരളത്തിൽ വരണമെന്ന് ആഗ്രഹമില്ല. എങ്ങനെങ്കിലും ഒരു 3.0 കൂടെ കിട്ടി ഭരിച്ചു മുടിച്ച് സുഖിച്ച് രസിച്ച് പാട്ടും കേട്ട് ലിഫ്റ്റിൽ കയറി നീന്തൽക്കുളത്തിൽ കുളിച്ച് മുന്നോട്ട് പോകാതാണ് ബഹുമാനപ്പെട്ട കാരണബോധനും സംഘവും ആഗ്രഹിക്കുന്ന ജനങ്ങൾ നിങ്ങളെ ചവിട്ടിപ്പുറത്താക്കും. പിന്നെ രണ്ടാമതൊരു കൂട്ടരുണ്ട് കോൺഗ്രസ്സുകാർ. 8 മന്ത്രിമാർ തേരാപ്പാര കേരളത്തിൽ തെക്കുവടക്ക് നടന്നു 2012. എന്നിട്ട് ഒരു എയിംസ് പോയിട്ട് ഒരു ചെറിയ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ പോലും ഇവർക്ക് സാധിച്ചിട്ടില്ല. ഇപ്പം അവരും ചോദിച്ചു നടക്കാണ് എയിംസ് എവിടെ, എയിംസ് എവിടെ എന്ന്. സുരേഷ് ഗോപിയുടെ കോമാളിത്തരങ്ങൾ കാണിച്ച് സുരേഷ് ഗോപിയുടെ ഒക്കെ കുറെ എന്തൊക്കെയോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നടക്കുകയാണ്. നിങ്ങളെ ആരെയാണ് പറ്റിക്കുന്നത്? നിങ്ങൾ ജനങ്ങളെ പറ്റിച്ച് വഞ്ചിച്ച് മുന്നോട്ട് പോകാതെ വരുന്നെങ്കിൽ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇതിന് രണ്ടിനും ബദലായിട്ട് കേരളത്തിൽ ഒരു മാറ്റം അനിവാര്യമാണ്. മാറാത്തത് മാറിയേ മതി എന്ന് ചിന്തിക്കുന്ന ജനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് അധികം താമസിയാതെ ബോധ്യപ്പെടും.